ബലാത്സംഗം ചെയ്യാൻ വരുന്ന പുരുഷനെ കൊടുക്കുന്ന ഒരു യന്ത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അടിക്കടി സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങൾ ഒരു വാർത്തയാവുമ്പോൾ ഇതിനുള്ള പ്രതിവിധി എന്താണ് എന്ന് ചോദിച്ച് നമ്മൾ പലരും തല പുണ്ണാക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉയർന്നു വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് നമ്മുടെ നിയമങ്ങളൊന്നും ശക്തമല്ല എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അക്രമികളെ പ്രതിരോധിക്കുവാനായിട്ട് സ്ത്രീകളെ ശാരീരിക ക്ഷമതയുള്ളവരായിട്ട് മാറ്റണം, അവരെ മാർഷൽ ആർട്സൊക്കെ പരിശീലിപ്പിക്കണം എന്നുള്ളത്. കാര്യം എന്തു തന്നെയാണെങ്കിലും എത്രമാത്രം ആളുകൾ ജാഗരൂകരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ പീഡനത്തിനൊരു കുറവുമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 40 വർഷത്തോളം മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ച ദക്ഷിണാഫ്രിക്കൻ വനിതയായ സോനറ്റ് എഡ്ഹേഡ്സ് വികസിപ്പിച്ചെടുത്ത ഒരു ഉപകരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വർഷങ്ങളോളം ലൈംഗിക അതിക്രമത്തിന് ഇരയായ സ്ത്രീകളെ അവർ ചികിത്സിച്ചു. അപ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തം നടത്തുന്നതിന് സഹായകമായത് റേപ്പ് ചെയ്യപ്പെട്ട ഏതോ ഒരു പെൺകുട്ടി പറഞ്ഞ വാക്കാണ്, എനിക്ക് അവിടെ പല്ലുകളുണ്ടായിരുന്നുവെങ്കിൽ എന്ന്. അപ്പോൾ ഈ ഒരു വാക്കിൽ നിന്നാണ് റേപ്പ് ആക്സ് എന്ന ഉപകരണം അവർ വികസിപ്പിച്ചെടുത്തത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് അവരുടെ ഉള്ളിൽ സ്വയം നിക്ഷേപിക്കാവുന്ന ഒരു ടാമ്പൺ അല്ലെങ്കിൽ കോണ്ടം പോലെയുള്ള ലാറ്റക്സ് ഉറയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള കൂർത്ത കൊളുത്തുകളുണ്ടാവും. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കാൻ വരുന്ന ആളുകളുടെ ജനനേന്ദ്രിയത്തിൽ ഈ കൊളുത്തുകൾ ആഴ്ന്നിറങ്ങും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അസഹനീയമായ വേദന കാരണം അയാൾക്ക് അവിടെ മൂത്രമൊഴിക്കാനും പറ്റത്തില്ല, നടക്കാനും പറ്റത്തില്ല, ഊരിയെടുക്കാനും പറ്റത്തില്ല. ഒരു ഹോസ്പിറ്റലിൽ പോയെങ്കിൽ മാത്രമേ ഈ സംഭവം ഇയാൾക്കത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോഴുണ്ടാകുന്ന മെച്ചം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു ശാരീരിക അല്ലെങ്കിൽ റേപ്പ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ സംഭവിച്ചതാണെന്ന് ഡോക്ടേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ വ്യക്തി ആരാണ് അല്ലെങ്കിൽ അയാളുടെ DNA ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തെളിവായിട്ട് സ്വീകരിക്കാനൊക്കെ ഈ ഉപകരണം സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലീസിന് വളരെ എളുപ്പത്തിൽ പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ലൈംഗിക അതിക്രമങ്ങൾ വളരെ കൂടുതലായിട്ട് നടന്ന 2005 ദക്ഷിണാഫ്രിക്കയിൽ ഈ ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്തത്. 2010 ലോകകപ്പ് സമയത്ത് ഇത് വ്യാപകമായിട്ട് വിതരണം ചെയ്യാൻ അവർ ഉദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഫണ്ടിൻ്റെ പ്രശ്നങ്ങൾ, പേറ്റൻറ്റിൻ്റെ ഇഷ്യൂസ്, ക്ലിനിക്കൽ ട്രയലുകളുടെ കുറവ്, ഇങ്ങനെയൊക്കെ കാരണം ഇത് വലിയ തോതിൽ നിർമ്മിക്കാനോ വിറ്റഴിക്കാനൊന്നും അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല വലിയ ചില വിമർശനങ്ങളൊക്കെ അക്കാലത്തുണ്ടായി. ഇത് പ്രാകൃതമായ കണ്ടുപിടുത്തമാണ്, സമൂഹത്തെ നന്നാക്കുന്നതിന് പകരം സ്ത്രീകളുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് എന്നൊക്കെയാണ് ചില പുരുഷ കേസരികളായ വിമർശകർ പറഞ്ഞു. അപ്പോൾ അതിനവർ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞത്, അതെ, എൻ്റെ ഉപകരണം പ്രാകൃതമായിരിക്കാം, പക്ഷേ പ്രാകൃതമായ ഒരു പ്രവൃത്തിയെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വികസിപ്പിച്ച് എടുത്തത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുവരെ ഉണ്ടായിരുന്ന അവരുടെ സമ്പാദ്യം, കാറ്, വസ്തുവകകൾ, വീട് എല്ലാം വിറ്റു. പക്ഷേ അവരുദ്ദേശിച്ച തരത്തിൽ ഇതിനെ വികസിപ്പിച്ചെടുക്കാനോ ആളുകളുടെ ഇടയിലേക്ക് വലിയൊരു ഈ ഒരു ഉപകരണത്തിന് പ്രാധാന്യം എത്തിക്കുന്നതിനോ മറ്റുള്ളവർ സഹകരിച്ചില്ല. അല്ലെങ്കിൽ പുരുഷന്മാർ ഉൾപ്പെടുന്ന സമൂഹം ഇത് വലിയൊരു പണിയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇല്ലെങ്കിൽ സ്ത്രീകളെ കുടുംബത്തിൽ പീഡനമൊക്കെ നേരിടുന്ന സ്ത്രീകളുടെ സമ്മതമില്ലാതെ ഭർത്താവാണ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വന്ന് ബലമായിട്ട് ബന്ധപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ മദ്യപന്മാരായിട്ടുള്ള ഭർത്താക്കന്മാർ വന്നിട്ട് ഭാര്യമാർക്ക് താല്പര്യമില്ലെങ്കിലും ബലമായിട്ട് ചെയ്യുന്നതൊക്കെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ ഒരു ഉപകരണം ഒരു സ്ത്രീയുടെ കയ്യിലുണ്ട്, അവളുടെ ശരീരത്തിൽ കടത്തി വെച്ചേക്കാണെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പണി കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഇതിനെ അങ്ങനെ ആൾക്കാർ പ്രോത്സാഹിപ്പിച്ചില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഉപകരണം വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട് എന്നും ഇത് 2005 അപ്പോൾ അത് ഒരുപാട് വർഷമൊന്നും ആയില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ മറ്റ് മിനിക്കോണികളൊക്കെ നടത്തിയ ഒരു പുതിയ രീതിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതുമായ ഒരു ഉപകരണമാണ് എന്നും ഇതിനെക്കുറിച്ച് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുമാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ അല്ലെങ്കിൽ വന്നിരിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻറ്റിലൂടെ അറിയിക്കും.